ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയത് ജിഷ മ്യൂറൽസിൻ്റെ കുറേ അടിപൊളി കളക്ഷനുമായിട്ടാണ്. അതായത് മ്യൂറൽ, പെയിൻറ്റിങ്, ഫ്ലോറൽ വർക്ക്, അങ്ങനെ വിവിധ സാരികളുടെ കളക്ഷൻ എല്ലാവരും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അടുത്തത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് നേരിയത് സാരി, അതായത് കേരള ഹാൻഡ്ലൂം സാരീസിൻ്റെ ഒരു കളക്ഷനുമായിട്ടാണ് ഞാൻ വരുന്നതെന്ന് നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം നമ്മുടെ ഓണമൊക്കെ വരികയല്ലേ, അപ്പോൾ എന്തായാലും ഓണത്തിന് അടിച്ചു പൊളിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് അതിൻ്റെ കുറേ കളക്ഷനുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും സമയമില്ല, നമുക്ക് നേരെ സാരിയിലോട്ട് പോകാം. അല്ലേ ജിഷ? അതെ അല്ലേ, കാരണം അത്രത്തോളം കളക്ഷൻ ഉണ്ടല്ലോ. എന്നാ പിന്നെ ജിഷ എടുത്ത് കാണിക്ക്. നല്ല ഭംഗിയുണ്ടല്ലോ, ഡിഫറെന്റ് കോമ്പിനേഷൻ അല്ലേ. സിമ്പിൾ സാരിയാണ്, രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം സിമ്പിൾ സാരിയാണ്. ഓ, ഇത് ഇതുവരെ കാണാത്തൊരു കോമ്പിനേഷൻ. ശംഖുപുഷ്പം, റോയൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ തന്നെ നല്ല ഭംഗിയാണ്. അല്ല പിന്നെ റോയൽ ബ്ലൂ, അതെ നല്ല രസമുണ്ടല്ലോ. ആ, ശംഖുപുഷ്പം നല്ലൊരു വെറൈറ്റിയാണ്. ആ, അതെ 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 അതെ, സിൽവറിൽ വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ്. തീർച്ചയായിട്ടും. കഥകളി, ഓണം എന്ന് പറയുമ്പോൾ കഥകളി മാറ്റി നിർത്താൻ പറ്റത്തില്ല. കഥകളി ഡിസൈൻസ് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. ആ, പല്ലുവിലാണ് കഥകളി വരുന്നത്. ആ, കഥകളി ഹാഫ് കഥകളി അല്ലേ, ഇങ്ങനെ 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 അല്ലേ. ബാക്കില് മുന്താണിയിൽ വരും. പക്ക മ്യൂറൽ സാരി എന്ന് പറയുന്നത് ഇതാണല്ലേ. ഇതാണ് പക്ക മ്യൂറൽ സാരി. ആ, ഇത് കൃഷ്ണനും താമരയും ഉരുളും എല്ലാം ഉണ്ടല്ലോ. കൃഷ്ണനെ ഒഴിവാക്കിക്കൊണ്ടൊരു മ്യൂറൽ ചെയ്യാൻ പറ്റില്ലല്ലേ. കൃഷ്ണന്റെ ഉരുളൊക്കെ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. സുന്ദരി കുട്ടിയായിട്ടിരിക്കുന്നത് രാധ. മടക്കി വെച്ചോ. സാരി ഉടുക്കുന്ന പോർഷനിൽ രണ്ടു മൂന്ന് മുഖം കൂടെ വരും. ഓ, കൃഷ്ണനും രാധമാരും ഒക്കെ. ഇങ്ങനെ ഉടുക്കുന്ന പ്ലീറ്റ് മുഖങ്ങൾ ഇങ്ങനെ വരും. ബാക്കിയെല്ലാം ഫ്ലോയിങ് ഡിസൈൻസ്. റെഡ് കളർ കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഓ, ഇത് സൂപ്പർ ജിഷ, ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. ഈ ഒരു പച്ച, അടിപൊളി പച്ച, നല്ല രസമാണ് കേട്ടോ. കാരണം എന്തറിയോ, ഈ കളർ കണ്ടിട്ടില്ല. നല്ല ഭംഗിയുണ്ട്. അവിടെ നമ്മൾ ഉടുക്കുന്ന പോർഷനില്ലേ, ഉടുക്കുന്ന പോർഷനിൽ മാത്രം ദേവന്മാര്. നേരത്തെ ദേവന്മാരെ കണ്ട് ദേവിമാരാ, ഇത് ദേവിമാരല്ലല്ലോ, മംഗമാരാണല്ലേ. അത് കറക്റ്റ് കേട്ടോ. ഓണാഘോഷത്തിനൊക്കെ ഉടുത്ത് ചെത്താൻ പറ്റിയ സാരിയാ. ഗോൾഡനും മെറൂണും നല്ല കോമ്പിനേഷൻ. പല്ലുവാണ് വരുന്നത്. ഫ്ലോയിങ് ഡിസൈൻ ആയിട്ട് ലേഡീസ് ഇതുപോലെ വരും. ഓരോ ലേഡീസിനും ഫ്ലോയിങ് ഡിസൈൻ ആയിട്ട്. ഓ, ഇങ്ങനെ ഇങ്ങനെ വരും. മയിൽപ്പീലിയെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. എന്നാലും എനിക്ക് മയിൽപ്പീലിയോട് വലിയ കമ്പ ഇല്ല ഇപ്പൊ. ഭയങ്കര കോമൺ ആണ് കേട്ടോ. എന്നാലും നമ്മൾ കാണുമ്പോ എത്ര വരച്ചാലും മടുക്കാത്ത ഒരു സംഭവമാണ് മയിൽപ്പീലി. കറക്റ്റ് മയിൽപ്പീലിയുടെ പച്ച നല്ല ഭംഗിയാ. പച്ച ബ്ലൗസ് ഒക്കെ ഇടുന്ന സൂപ്പറാണ്. പല്ലൂല് മാത്രമേ ഉള്ളൂ. ഇതൊരു പച്ചയല്ല, ഈ കളർ കോമ്പിനേഷൻ നല്ലത് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഒരു കളർ കോമ്പിനേഷൻ ചെയ്ത. താമരയ്ക്ക് മ്യൂറലിൽ പ്രത്യേക സ്ഥാനമാണ് ഉള്ളത്. ഇതടിപൊളി താമര. ഓൾറെഡി സാരിയില് ഞാൻ എന്റെ സാരിയിൽ നേരത്തെ ചെയ്തല്ലേ. അതെ അതെ, ആ കളർഫുൾ സാരിയിൽ സൂപ്പറാണ്. പല്ലുവാണ് വരുന്നത്. നല്ല കോമ്പിനേഷൻ കളേഴ്സാണ്, അട്രാക്റ്റീവ് കളേഴ്സാണ്. തീർച്ചയായിട്ടും നല്ല. ഇതില് ഫ്ലോയിങ് ഡിസൈൻ എന്ന് പറയുന്നത് താമര തന്നെ. ആ ബോർഡറിന് മാച്ചിങ് ആയിട്ടേ ഇങ്ങനെ വരും. നല്ല ഈ കളർ ബ്ലൗസ് ഒക്കെ ഇട്ട അടിപൊളിയാണ്. അടുത്തൊരു റയർ കളക്ഷനാണ് കിളിപ്പച്ച എന്ന് പറയുന്നത്. ഓ, ഇത് ഭയങ്കര അട്രാക്ഷൻ ആണ് കേട്ടോ. സൂപ്പർ അട്രാക്റ്റീവ്, സത്യം നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഈ പച്ച, മറ്റേ പച്ച, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്ന് നിൽക്കേണ്ട ആളല്ല കേട്ടോ.
ഇതും അതെ റെയറാണ്. റെയർ കളർ. ഇതൊന്നും വന്നിട്ടില്ല ഒരിക്കലും. ഈ ഒരു മാനം അതിനൊന്നും വന്നു തരില്ല. ഒരു ഫോറസ്റ്റ് ഒരു ഇതാക്കി ഇതിൽ വെച്ചാണ് ഇത് നല്ല കൊടുത്തത്. മോഹം വേണമല്ലോ, നല്ലത്. റെയർ കളക്ഷനാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. വയലറ്റും ആ റോസും. ഇതിപ്പോ എല്ലാവരും പുതിയൊരു നമ്മുടെ നമ്മുടെ വേൾഡ് ഫേമസ് ഹിബിസ്കസ്. എവിടെ പോയാലും ഇപ്പൊ ഹിബിസ്കസേ ഉള്ളൂ. ഇതാണ് ഇപ്പൊ എല്ലാരും ചോദിച്ചു മേടിക്കുന്നതാണ്. ഇത് ഭയങ്കര റെയറാണത്. നല്ല ഭംഗി, നല്ല ഭംഗിയാ. ഇത് ഫ്ലോയിങ് ഡിസൈൻ ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെ അടിപൊളി. ഇതൊരു ഫോക്ക് ഡിസൈൻ സാരീസ് ആണ്. നല്ല ഭംഗിയാണ്. സിൽവറില് ബ്ലാക്കും ഉണ്ട്. ബ്ലാക്കും റെഡ് നല്ല കളർ കോമ്പിനേഷനാണ്. ചേച്ചി ഉടുത്തിരിക്കുന്നതും അതെ. നല്ല ഭംഗിയായത്, നല്ല രസമാണ്. ഫ്ലോ സിമ്പിൾ ആയിരിക്കും, ബട്ട് എലഗന്റ് ആണ്. ഇതിൽ തന്നെ നമ്മൾ ഗോൾഡൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് സിൽവർ ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇല്ലില്ല, ഇത് തന്നെയാണ് ഭംഗി. പറയാൻ പറ്റത്തില്ല ഏതാ ഭംഗിയില്ലേ, നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. നല്ല രസമല്ലേ, നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ പഴയ ആലവട്ടം വെഞ്ചാമരം. ഇതും ഇതിന്റെ കര നല്ല ഒരു ഡിഫറെന്റ് റോസ് ഗോൾഡ്. ഇതുപോലെ വരും, ഉടുക്കുമ്പോ ഇതുപോലെ വരും. വീണ്ടും ദേവിയാണല്ലേ, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ദുർഗാമ്മ സാരീസ്. അത് ഓറഞ്ചിലും ബ്ലാക്കിലുമാണ്. ഞാൻ ഓറഞ്ചിനും ബ്ലാക്കിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നല്ല നല്ല കളർ കോമ്പിനേഷനാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ ഓണത്തിന് അടിച്ചു പൊളിക്കാൻ, പുരുഷന്മാർക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഉണ്ട്, പുരുഷന്മാർക്ക് നല്ല മുണ്ടുകളുടെ കളക്ഷൻസ് ഉണ്ട്. ആണോ? കാണോ. വിളക്കാണ്. ഓ, വിളക്ക്. പക്ക ഫ്ലോയിങ് ഡിസൈൻ ആണ്. വെറൈറ്റി, കണ്ടിട്ടില്ലാത്ത കളറിലാണ് അതേള. ഇത് ശംഖാണോ അല്ലേ? ഇത് വേറൊരു ഡിസൈൻ. ഇതേ സാരി ഉണ്ട് എനിക്ക് സാരി ഉണ്ടല്ലോ. കറുത്ത ശംഖ്. ശംഖ് കുറെ ഉണ്ടല്ലേ. ഓ, അപ്പൊ സ്ത്രീകൾക്ക് മയിൽപ്പീലി കൊടുക്കുമ്പോ പുരുഷന്മാർക്ക് മയിൽപ്പീലി കൊടുക്കാം. ഇത് കൊള്ളാം കേട്ടോ, നല്ല രസം. ഇതൊക്കെ കൊച്ചു പിള്ളേരൊക്കെ എടുത്ത് നല്ല ഇടാൻ പറ്റും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആയി. അപ്പൊ ഇനി നമ്മുടെ പെൺകുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഉണ്ടോ? ഓ, ചുരിദാർ ഷോളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ, കാണാം. ഇത് ഷോളാണ്. ഷോള്. ഓ, ഇത് ഡിസൈൻ ഇതാണ്. ഇങ്ങനെ ഷോളല്ലേ, ഇങ്ങനെ. ഓ, ഇതാണ് മ്യൂറൽ ഷോൾ. ഓ, ഇങ്ങനെ വരും അല്ലേ. കൃഷ്ണൻ ഇവിടെ വരും. കൃഷ്ണന്റെ ഓടക്കുഴലും വെണ്ണക്കലവും. ഓറഞ്ച് ടിഷ്യൂല് ചെയ്തതാണ്. നല്ല റിച്ച് വർക്കാണ്. അല്ല, അത് മൊത്തത്തിൽ ഒരു റിച്ച്നെസ് ഉണ്ട്. പ്ലെയിൻ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഈ ഷോൾ ഇട്ടാൽ നല്ല എലഗന്റ്. നല്ല ഇത് ഇതാണ് ചുരിദാർ. ചുരിദാറിൽ ചെയ്യാം നമുക്ക്. ഡിഫറെന്റ് കളേഴ്സ് ആയതുകൊണ്ട് മാച്ചിങ് ഷോളും ഇതിലെല്ലാം കളറും ചേരും. പച്ചയോ ഓറഞ്ചോ റെഡോ ബ്ലൂവോ എല്ലാ കളേഴ്സും ചേരും. സ്കേർട്ടാണ് കളർക്ക്. മൈൽപീലീസ്, വലിയ മൈൽപീലീസ് ബാക്കിൽ ഫ്രണ്ടിൽ. എന്തായാലും അടിപൊളി. ഇത് നമ്മൾ ഇത്രയും വാങ്ങിച്ചിട്ടേ വാഷ് എങ്ങനെയാണ് ഇതിന്റെ? നമ്മൾ പട്ട് സാരിയൊക്കെ നനയ്ക്കത്തില്ല, അങ്ങനെ കളർ പോകത്തില്ല. വാഷിംഗ് മെഷീനിൽ നനയ്ക്കരുത്. നമ്മൾ പട്ട് സാരി നനയ്ക്കാറില്ല. തിരിച്ചിട്ടേ തേക്കാൻ പാടുള്ളൂ. പേപ്പർ ഇട്ട് തേച്ചാൽ അത്രയും നല്ലതാണ്, ലാസ്റ്റ് ചെയ്യും. എന്തായാലും അടിപൊളി.
സൂപ്പർ സൂപ്പർ കേട്ടോ. എന്തായാലും താങ്ക് യു. കാരണം എനിക്കിങ്ങനെ ഒരു ഇത് എല്ലാവരും കാണിക്കാൻ ഒരു അവസരമൊക്കെ തന്നതല്ലേ. എനിക്ക് വളരെ സന്തോഷമായി. താങ്ക് യു.